പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലുമൊക്കെ ക്ഷീണങ്ങളും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നാം ഉറച്ചു നിൽക്കാം. ശരിക്കും പറഞ്ഞാൽ ദൈവീയ വാഗ്ദത്തങ്ങൾ, ദൈവവചനങ്ങൾ നമുക്ക് നമ്മുടെ സൗഖ്യത്തിന് കാരണനിദാനമാകും. അത് നമുക്ക് വലിയ എൻകറേജ്മെൻറ്റ് തരും. യേശു ക്രിസ്തുവിലാണ് ദൈവം നമുക്ക് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സൗഖ്യമാക്കാം, സൗഖ്യമാകാം, നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വരാം. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും എല്ലാം കംപ്ലീറ്റ്ലി സൗഖ്യമനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് സൗഖ്യമാകുവാൻ നമ്മെ സഹായിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ നല്ല റിസൾട്ട്സ് കൊണ്ടുവരും. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമാക്കി എടുക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. പാപത്താൽ നിറയപ്പെട്ട ഒരു ലോകത്തിലാണ് നാം വസിക്കുന്നത്. നമ്മുടെ ശരീരമൊക്കെ അങ്ങ് ക്ഷീണിച്ച് ശോഷിച്ച് പയ്യെ ദ്രവിച്ച് വെയർ ഔട്ട് ചെയ്ത് അവസാനം നമ്മൾ മരണത്തെ ഫേസ് ചെയ്യേണ്ടി വരും. നമുക്ക് ആർക്കും രക്ഷപ്പെടാവുന്നൊരു കാര്യമല്ല മരണം. ഡെത്ത് വിൽ കം ടു ഓൾ ഓഫ് us. ബട്ട് പ്രയർ ടു ഡെത്ത് വി എക്സ്പീരിയൻസ് വീക്ക്നെസ് ഇൻ അവർ ഫിസിക്കൽ ബോഡീസ്, ദ decay that is continually working in us. ചിലപ്പോൾ ഒരു കോൾഡ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഡയബറ്റീസ് ആയിരിക്കാം, ചിലപ്പം ക്യാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലൊടിഞ്ഞൊരവസ്ഥയായിരിക്കാം. നമ്മളെല്ലാം ഒരു വിധത്തിൽ അല്ലെ മറ്റൊരു വിധത്തിലുള്ള സിക്നെസ് ഫിസിക്കൽ ബോഡീസിൽ അനുഭവിക്കേണ്ടി വരും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് അനാരോഗ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സിക്കാകുമ്പോൾ ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തോട് അടുത്ത് ചെല്ലണം. എന്നിട്ട് കൃപയ്ക്കും കരുണയ്ക്കും നമുക്ക് ആവശ്യമായ സമയത്ത് ലഭിക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരം അപ്പം തന്നെ അങ്ങ് നല്ലതായിട്ട് നമുക്കൊരു ഫീലിംഗ് തരത്തില്ല. അതായത് ഉടനെ അങ്ങ് സൗഖ്യമാകണമെന്നില്ല. പക്ഷെങ്കിൽ എല്ലാ സാഹചര്യത്തിൻ്റെ മേലും ദൈവം തൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ തുടങ്ങും. യേശു കർത്താവിന് പവർ ആൻഡ് അതോറിറ്റി നമ്മളെ ഹീൽ ചെയ്യാനായിട്ടുള്ളത് ഉണ്ട്. അല്ലാതെ യേശു കർത്താവ് അവൻ്റെ വില്ലിങ്നെസ്സും അവൻ്റെ എബിലിറ്റി അങ്ങനെ ചെയ്യാനുള്ളതിനെക്കുറിച്ചും അല്ല നമ്മളോട് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? യേശു കർത്താവിന് പവർ ആൻഡ് അതോറിറ്റി ഉണ്ട്, അല്ലാണ്ട് കഴിവും മനസ്സും മാത്രമല്ലുള്ളത്. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. ഇപ്പോഴും അവൻ രോഗികളെ സൗഖ്യമാക്കുവാൻ മതിയായവന്. നമ്മുടെ എല്ലാ ഫിസിക്കൽ ബോഡീസിൻ്റെ മേലും അവന് അവൻ്റെ ആധിപത്യം എക്സസൈസ് ചെയ്യും. അതായത് കർത്താവിന് നമ്മൾ സൗഖ്യമായി നടക്കുന്നതിൽ അവന് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ എന്നാണേലും ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് പോകാനുള്ളതല്ലേ. അതുകൊണ്ട് കോൺഫിഡൻ്റ്ലി കോൾ ഔട്ട് ടു ഹിം ടു ബ്രിങ് ഹീലിംഗ് ഇൻ ടു യുവർ ലൈഫ്. പറ്റുമോ ദൈവ പൈതലേ? അതിന് നമുക്ക് കഴിയണം. അതിന് ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായി അവനോട് അപേക്ഷിപ്പാൻ തയ്യാറാകണം. നമുക്കെല്ലാം ഒരു എർത്ത്ലി ഫാദറുണ്ട് അല്ലേ? അതുപോലെ നമുക്കെല്ലാം സ്വർഗത്തിലൊരു ഇറ്റേണൽ ഫാദറുണ്ട്. ഞാൻ പറയട്ടെ, എല്ലാ ഫാദറും
നമ്മുടെ ക്യാരക്ടറും ആക്ഷൻസും എങ്ങനെയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒരപ്പൻ തന്നെ മക്കൾ എങ്ങനെയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. സ്വർഗീയ പിതാവിൻ്റെ ആ രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ഒരമ്മയാണെങ്കിലും കർത്താവ് മടിയിലിരുത്തി ലാളിക്കുന്നത് പോലെ ലാളിക്കും. കാരണം പെറ്റമ്മയെ കഴിഞ്ഞുറ്റി സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പക്ഷേ ഒത്തിരി പേരൻസിനും ഇന്നതിന് സമയമില്ല, എല്ലാവരും ബിസിയാണ്. പക്ഷേ ഓർത്തോണേ, ഒരു ഫാദർലി കെയർ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൽ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും വീഴ്ച വരുത്തിയില്ല. കാരണം ഹി ഈസ് എ പെർഫെക്റ്റ് ഫാദർ. ഹി നർച്ചേഴ്സ് us and lovingly gives us the nature of his son as we seek him with our whole heart. He is the perfect father, perfect example. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ അപ്പന്മാരും സ്വർഗീയ പിതാവിനെ കണ്ട് പഠിക്കണം. നമ്മളെ സൃഷ്ടിച്ച കർത്താവിന് സകല മഹത്വവും കരറ്റിക്കൊണ്ട് ജീവിപ്പാൻ നമുക്കും കഴിയണം. പക്ഷേ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലൊക്കെ സംഭവിക്കും. ഒത്തിരി ആൾക്കാരെ നമുക്ക് റിലേറ്റ് ചെയ്ത് വരുമ്പം അതൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ പ്രതീക്ഷകളൊന്നും നടക്കാതെ വരുമ്പോൾ നമ്മളൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് പലപ്പോഴും കോപത്തില്ല, അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, അൺചെക്ഡായിട്ട് നമ്മൾ ഈ കോപത്തെ വിട്ടാൽ തീർച്ചയായിട്ടും ഒത്തിരി അൺഹെൽത്തി വിധത്തിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും, അതിൻ്റെ കൊണ്ടമടിയാകും. എടുക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് കേട്ടോ, അത് തീർച്ചയായിട്ടും വലിയ പ്രോബ്ലത്തിലും നമ്മളെ കൊണ്ടിടും. തന്നെയുമല്ല, ഭാവിയിൽ കൂടുതൽ ഫ്രസ്ട്രേഷൻസ് നമ്മുടെ ജീവിതത്തിൽ അത് വരുത്തുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ അർപ്പിപ്പാനും ദൈവം തൻ്റെ സമയത്ത് ഒരു നല്ല റിസൾട്ട്, ഒരു ഗുഡ് റിസൾട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണം നാം അവനെ അനുവദിക്കുകയും ചെയ്യണം. നമ്മുടെ ഡിസപ്പോയിൻമെൻറ്റ്സ് എല്ലാം നമുക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ റിലീസ് ചെയ്യാൻ കഴിയണം. എന്നിട്ട് നല്ല ഫ്രീ ആയിട്ടുള്ള ചിന്തയിൽ നാം മുന്നോട്ട് പോയാൽ ഫൂളിഷായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നമ്മയും മറ്റുള്ളവരെയും അത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ആങ്കറിനെക്കുറിച്ച് ബൈബിളിന് ഒത്തിരി കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട്. ആങ്കറിനെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ ആങ്കർ ചെയ്യാവുന്നതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മളെങ്ങനെ ആങ്കറിനോട് റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളതും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചില ആങ്കറൊക്കെ അതിനകത്ത് നീതിയുണ്ട്. പക്ഷേ ചില ആങ്കർ എന്നാൽ കോപം, അത് അൺഹെൽത്തിയുമായിരിക്കും, അൺഹോളിയുമായിരിക്കും. അതായത് അനാരോഗ്യവും അശുദ്ധി നിറഞ്ഞതുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കാണണം സംഗതികളൊക്കെ. എന്നിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ആയിരിക്കണം. ഈ ദേഷ്യത്തിന് പകരം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ ഞങ്ങൾക്ക് കരുണയും ക്ഷമയും ഒക്കെ തരണേ, പേഷ്യൻസ് ആൻഡ് കൈൻഡ്നെസ് ചോദിച്ചാൽ മതി, ദൈവം നമുക്ക് തരും. നമ്മൾ പ്ലാൻ ചെയ്ത പോലൊക്കെ നമ്മുടെ ജീവിതം പോകാതിരിക്കുമ്പോൾ ദൈവമക്കളെ ഞാൻ പറയട്ടെ, കോപിക്കുന്നതിന് പകരം നമുക്കിതൊക്കെ ദൈവം തരുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. നമ്മളെ ഒന്ന് ബലപ്പെടുത്താനും നമ്മളെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാനുമായിട്ടെന്ന് ഒന്ന് വിചാരിച്ച് പെരുമാറിയാൽ എത്ര നല്ലതാണ്. അങ്ങനെ ചെയ്താൽ അത് തീർച്ചയായിട്ടും നമ്മെ വിശ്വാസത്തിൽ വളർത്തും. കുറച്ചുകൂടെ നിറവിൽ യേശു കർത്താവിൻ്റെ സ്വഭാവത്തെ എക്സിബിറ്റ് ചെയ്യാൻ നമ്മെ സഹായിക്കും. അങ്ങനെ നമ്മളെ ദൈവം ഒരു ബ്രേക്ക് ത്രൂവിൽ കൂടെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയാക്കും. നമുക്കതിനായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങളുടെ ഡിസപ്പോയിൻമെൻറ്റ്സ് എല്ലാം ഞങ്ങൾ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഞങ്ങളുടെ ഹൃദയത്തെ നീ സൗഖ്യമാക്കണമേ, ഞങ്ങളെ പൂർണ്ണരാക്കണമേ. ഒത്തിരി കാര്യത്തിൽ കർത്താവേ ഞങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുള്ള റിയാക്ഷൻസാണ്. പല കാര്യങ്ങളും ഞങ്ങളുടെ എക്സ്പെക്റ്റേഷനൊപ്പം വരാത്തപ്പോൾ ഞങ്ങൾ കോപിക്കാറുണ്ട് കർത്താവേ.
എന്നാൽ അതെല്ലാം നീ ഞങ്ങളോട് ക്ഷമിച്ച് തരുമാറാകണം. എല്ലാ സ്വാർത്ഥകരമായിട്ടുള്ള ആഗ്രഹങ്ങളെയും സ്വാർത്ഥതകളും ഒക്കെ ഞങ്ങളിൽ നിന്ന് നീ എടുത്തു മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും കോപത്തിനടിമകളായി തീരുവാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംഗതികളും നന്നാക്കി തരുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.